ബാക്കിയുള്ള സകലരെ കൊണ്ടും കൊല്ലാൻ കഴിഞ്ഞെന്നിരിക്കും. മരിച്ച ഒരാളിനെ ജീവിപ്പിക്കുവാൻ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഏത് ശക്തികളെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഏത് ശക്തികളെ വേണമെങ്കിലും ഒന്ന് നോക്കുക. ശക്തികളെ കൊണ്ട് കഴിയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാൻ കഴിയും. കൊന്ന അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തിയെ കൊണ്ടിട്ട് ഏതെങ്കിലും ഒരു ശക്തിയുടെ മുൻപിൽ കൊണ്ടുചെന്ന് വിട്ടിട്ട് ഒന്ന് ഉയർപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ശക്തികളെല്ലാം നിൽക്കും. ഇത്രയുമേ അവരുടെ പരിധിയിലുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു ശക്തികളും ഇന്ന് വരെ ഒരു മനുഷ്യനെ ഉയർപ്പിച്ച ചരിത്രമില്ല. മരിച്ച വ്യക്തികളെ ഉയർപ്പിക്കുവാൻ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. മാക്സിമം എല്ലാവരെ കൊണ്ടും പറ്റിയാൽ കൊല്ലുക എന്നുള്ള കാര്യം മാത്രമേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞൊരു ജീവൻ വേണമെങ്കിൽ ജീവന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ അടുക്കൽ മാത്രമേ ജീവൻ നൽകുവാൻ കഴിയത്തുള്ളൂ. ആ കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുക.